അതെ, ഇന്ന് നമുക്ക് പഴമയുടെ രുചികളിലേക്ക് പോകാം കേട്ടോ. ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ഓട്ടടയാണെന്ന്. ഇത് കാണുമ്പോൾ എനിക്ക് കുട്ടിക്കാലാണ് കേട്ടോ ഓർമ്മ വരല്. അപ്പോൾ പലർക്കും ഓട്ടട നേരെ പോലെ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്ന കേൾക്കലുണ്ട്. ദാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിനായി ആദ്യം ഒരു ബൗൾ എടുക്കാം. ഇനി അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൈദ കൊണ്ടാണ് കേട്ടോ ഓട്ടട ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് പാകത്തിന് വെള്ളമൊഴിച്ച് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു അളവിലുള്ള ബാറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനിയൊരു ചട്ടി വെച്ച് കൊടുക്കാം, ഒരു മണ്ണിൻ്റെ ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയിൽ ചുട്ടാൽ കിട്ടുന്നില്ല എന്ന് പറയുന്നവർ ഇതൊന്ന് വാഴല കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തടവി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലിങ്ങനെ ഹോൾസ് വന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്താൽ തന്നെ ഇങ്ങനെ ഇതുപോലെ ഹോൾസുകൾ വന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് വന്നതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പോലെ ഹോൾസൊക്കെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ ഓട്ടട ഇവിടെ നല്ല പോലെ തന്നെ ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ നോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്തിന് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ.